ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കുറച്ച് എണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും കുഴമ്പ് പരുവത്തിനാണ്. അതിനായിട്ട് നമുക്ക് എണ്ണയും വെള്ളവും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കോഴീനെ ഒന്ന് വരഞ്ഞെടുക്കാം. കോഴീനെ അങ്ങനെ അറഞ്ചം പുറഞ്ചം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല ശരിക്കും അങ്ങ് തേച്ച് പിടിപ്പിക്കണം. നല്ല കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്ക് നമ്മുടെ കോഴീനെ ഒരു മണിക്കൂറത്തേക്ക് മാറ്റി വെക്കണം. ആ സമയം നമുക്ക് കുറച്ച് പരിപാടികൾ സെറ്റാക്കി എടുക്കാനുണ്ട്. അതൊന്ന് നമുക്ക് ചെയ്യണം. 2 കവട്ടക്കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് വൈ ഷേപ്പിലിരിക്കുന്ന കമ്പിനൂടെ കവട്ടക്കമ്പ് എന്നാണ് പറയുന്നത്. തെറ്റാലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ സാധനം. അത് 2 എടുത്ത് 2 സൈഡിലായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു കുഴി എടുക്കണം. അവിടെ ഇട്ട് വേണം നമുക്ക് കനൽ സെറ്റാക്കാൻ. അങ്ങനെ നമ്മുടെ കുഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കോഴിയെ കോർത്ത് വയ്ക്കാനായിട്ട് എടുത്തേക്കുന്ന എടനയുടെ കമ്പൊന്ന് വെച്ച് നോക്കാം. ഈ സാധനത്തിൻ്റെ ഇലയാണ് നമ്മൾ ചക്കയുടെയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വിറക് കഷ്ണങ്ങൾ ഈ കുഴിക്കകത്തിട്ടൊന്ന് കത്തിച്ച് കനലാക്കി എടുക്കണം. അങ്ങനെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കോഴിയെ വെച്ച് കൊടുക്കാം. ഇനി ഇത് പതിയെ തിരിച്ച് കൊടുക്കണം. നമുക്ക് വേവ് നോക്കി തിരിച്ച് പയ്യെ കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ നെയ്യോ നമുക്ക് തൂത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി സെറ്റായിട്ട് കിട്ടും. പിന്നെ ഇത് കറക്കി ചുടുന്നതുകൊണ്ട് നൈസായിട്ട് തീ കത്തിയാലും കുഴപ്പമില്ല. നന്നായിട്ട് കത്തിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അത് ശരിക്കും നോക്കണം, ഈ ഒത്തിരി കത്താൻ അനുവദിക്കല്. പിന്നെ എണ്ണ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതുവരെ, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ നെയ്യ് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കാല് കെട്ടിയിട്ടുണ്ട്, വാഴനാര് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കെട്ടണം എന്ന് നിർബന്ധമില്ല, ജസ്റ്റ് സെറ്റായിട്ടൊന്ന് ഇരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാനൊന്ന് കൂട്ടി കെട്ടിയതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ 5 മിനിറ്റ് കറക്റ്റ് വെച്ചു. നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. 1 മണിക്കൂർ കൊണ്ട് കോഴി പൂർണ്ണമായിട്ട് വേവും. നമുക്ക് ചുമ്മാ ഈ ബക്കറ്റിലൊക്കെ വെച്ചിട്ട് സാധനം കരിച്ച് കളയണ്ട, ബക്കറ്റും കളയണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കണ്ടെന്നല്ല പറയുന്നത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും.